തേനിലും മധുരം വേദമല്ലാതിൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിനായി വീണ്ടും എവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം പഠിച്ചുകൊണ്ട് നിർത്തിയത് 1, 2, 3, 4 വരെയുള്ള മുദ്രകൾ പൊട്ടിച്ച് കഴിഞ്ഞു. 4-ാം മുദ്രയെക്കുറിച്ചാണ് നാം പഠിച്ചു നിർത്തിയത്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കാട്ടിലെ മൃഗങ്ങളെ കൊണ്ട് ക്ഷാമം, വാൾ, യുദ്ധം, മഹാവ്യാധി എന്നിവയെ കൊണ്ട് ഭൂമിയിലെ 1/3 ജനം മരിച്ച് പാതാളത്തിലേക്ക് പോയതായി അവിടെ നാം പഠിച്ചു. പിന്നെ 2 സാക്ഷികളുടെ സാക്ഷ്യം കേട്ട് രക്ഷിക്കപ്പെട്ട യഹൂദർ എതിർ ക്രിസ്തു എന്ന ക്രൂര ഭരണ നേതാവിനോട് എതിർത്ത് നിന്നതുകൊണ്ട് ധാരാളം യഹൂദന്മാർ വാളാൽ കൊല്ലപ്പെട്ടു രക്തസാക്ഷികളായി. അവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിൽ കിടന്ന് നിലവിളിക്കുകയും അവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നാം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു നിർത്തിയത്. അടുത്തതായി 6-ാം മുദ്ര, 6-ാം അധ്യായം 12 മുതൽ 17 വരെ. കുഞ്ഞാട് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിളയിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും സകലദാസന്മാരും സ്വതന്ത്രന്മാരും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ, ആർക്ക് നിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. 6-ാം അധ്യായം 12 മുതൽ 17 വരെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഭൂമിയെ ഇളക്കി മറിക്കുന്ന ഒരു മഹാഭൂകമ്പം ഉണ്ടാകുന്നു. അപ്പോൾ നേരത്തെ നാം പഠിച്ചു, വാൾ, ക്ഷാമം, മഹാമാരി, ദുഷ്ടമൃഗങ്ങളാലുള്ള ആപത്ത്, ഇവ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഭൂകമ്പം, ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയാണ്. അത് സാധാരണ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂകമ്പമല്ല, അതിനേക്കാളും ഭയങ്കരമായ ഒരു മഹാഭൂകമ്പം. ഈ ഭൂകമ്പത്തിൽ എല്ലാ മലയും ദ്വീപുകളും സ്വസ്ഥാനത്ത് നിന്ന് ഇളകി മാറി. അത്രയ്ക്ക് വലിയൊരു ഭൂകമ്പമാണ്. ഈ ഭൂകമ്പത്തോടു കൂടി മലകളൊക്കെ സ്വസ്ഥാനം വിട്ട് ഇളകിപ്പോയി. എല്ലാ ദ്വീപുകളും സ്വസ്ഥാനത്ത് നിന്ന് ദിശ മാറി ഒഴുകുവാൻ തുടങ്ങി. അവയ്ക്കെല്ലാം സ്ഥാനമാറ്റം വന്നു. സകല വൻകിട ഫ്ലാറ്റുകളും വലിയ കെട്ടിടങ്ങളും നിലം പതിച്ചു. അത്ര വലിയ ഭൂകമ്പമാണ് നടക്കുന്നത്. പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നതിനാൽ ഭൂപ്രകൃതിക്ക് മാറ്റം സംഭവിക്കും. അത് കാരണം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തനിറമാകും, നക്ഷത്രങ്ങൾ പൊട്ടിച്ചേറി ഉൽക്കകളായി ആലിപ്പഴം വീഴും പോലെ ഭൂമിയിൽ വീഴും. ആകാശത്തട്ടുകൾ പല പാളികളായി മാറിപ്പോവും. ഭൂമി മത്തനെപ്പോലെ ചാഞ്ചാടും, ഭൂമി കിറുകിറ കീറും, പൊടുപൊട പൊട്ടും എന്ന് യെശയ്യാവ് 24-ാം അധ്യായത്തിൽ ഈ നാളുകളെക്കുറിച്ച് പറയുന്നു. ഇത് കണ്ടിട്ട് ഭൂമിയിലെ സകല മനുഷ്യരും ഒരുപോലെ ഭയന്ന് പാറകളിലും ഗുഹകളിലും ഒളിച്ചിട്ട് ലോകം അവസാനിക്കാൻ പോകുന്നു, ദൈവകോപം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മലകളോടും പാറകളോടും രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടും ദൈവത്തോടവർ പ്രാർത്ഥിക്കുന്നില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടും ഇതൊക്കെ കണ്ടിട്ടും മാനസാന്തരപ്പെടുന്നതുമില്ല. ഈ അവസരത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കേണ്ടതാണ്. എന്നാൽ അതിനു മുമ്പായി ഒരു ഇടവേള ഉണ്ടാകുന്നു. 2 സാക്ഷികളുടെ സാക്ഷ്യം കേട്ട് രക്ഷിക്കപ്പെട്ടവരിൽ 12 ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 വെച്ച് 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നതിനായി ഒരു ഇടവേള ഉപയോഗിക്കുകയാണ്. 7 വർഷ പീഡാകാലത്തിൻ്റെ ആദ്യ പകുതിയായ 3.5 വർഷ ആരംഭത്തിൽ 2 സാക്ഷികൾ വരികയും 11-ാം അധ്യായത്തോടുകൂടി 3.5 വർഷം തികയുകയും 12-ാം അധ്യായത്തോടുകൂടി അടുത്ത 3.5 വർഷം തുടങ്ങുകയും ചെയ്യുന്നു. സഭ മാറ്റപ്പെട്ട ശേഷം ഭൂമിയിൽ സുവിശേഷം പറയുവാൻ ആളില്ല.
2 സാക്ഷികളിൽ കൂടെയാണ് രാജ്യത്തിൻ്റെ സുവിശേഷം പിന്നീട് ഭൂമിയിൽ അറിയിക്കുന്നത്. അധ്യായം 7. ഇസ്രായേലിൽ നിന്നും 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോഴുണ്ടായ മഹാഭൂകമ്പത്തിന് ശേഷം ദൈവം ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 2 സാക്ഷികളുടെ സാക്ഷ്യം കേട്ട് രക്ഷിക്കപ്പെട്ടവരിൽ 144,000 പേരെ 12 ഗോത്രത്തിൽ നിന്നും വേർതിരിച്ച് മുദ്രയിട്ട് മാറ്റുകയാണ്. ഇത് കണ്ടിട്ട് സ്വർഗത്തിൽ എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം ഇത് കണ്ടിട്ട് വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സകല ഗോത്രത്തിൽ നിന്നും ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. അവർക്ക് ദാനമായി ലഭിച്ച രക്ഷ ഇവർക്കും ലഭിച്ചത് കണ്ടിട്ട് കുഞ്ഞാടിനും സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് രക്ഷ എന്നത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്ത് പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു. ഇവരുടെ ഈ പാട്ടും സ്തുതിയും ഓടുകൂടിയുള്ള ആരാധന കണ്ടുനിന്ന സ്വർഗവാസികളായ സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്വർഗവാസികളായ ദൂതന്മാരെ പോലും ആരാധിപ്പാൻ ഉണർത്തത്തക്കവണ്ണം ഇവർ ആർ എന്ന് മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് ചോദിച്ച ശേഷം മൂപ്പൻ തന്നെ യോഹന്നാനോട് അവരെ പരിചയപ്പെടുത്തുകയാണ്. ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. ദൈവം തന്നെ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ജീവജലത്തിൻ്റെ ഉറവിലേക്ക് അവരെ നടത്തുകയും ചെയ്യും. 7-ാം അധ്യായം 13 മുതൽ 17 വരെ. എണ്ണിക്കൂടാത്ത ഈ മഹാപുരുഷാരം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ആണെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇവരെക്കുറിച്ച് വെളിപ്പാട് 5:9, 7:9 എന്നിവിടങ്ങളിൽ പറയുന്നുണ്ട്. ഇവർ 4-ാം അധ്യായത്തിലെ ആരംഭത്തിൽ സഭായുഗം തീർന്ന ഉടനെ സ്വർഗത്തേക്കെടുക്കപ്പെട്ട കർത്താവിൻ്റെ കാന്തയാം സഭയാണ്. യേശുവിൻ്റെ നാമത്തിനു വേണ്ടി വിശപ്പും ദാഹവും വെയിലും ചൂടും സഹിച്ചവരാണിവർ. 1-ാം നൂറ്റാണ്ടിലെ പീഡയിൽ കൂടെ കഷ്ടം സഹിച്ച് മുന്നേറിയവരാണിവർ. ഈ 20-ാം നൂറ്റാണ്ടിലും അനേകം കഷ്ടങ്ങളിൽ കൂടെ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 7:17 വാക്യത്തിൽ ഒരു കരച്ചിലിൻ്റെ അനുഭവം അവിടെ ഉള്ളതായി നാം വായിച്ചു കാണുന്നുവല്ലോ. മധ്യാകാശത്തേക്ക് എടുക്കപ്പെട്ട ദൈവജനം ഒരു ന്യായാസനത്തിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത്. അവിടെ നാം ശരീരത്തിലിരുന്നപ്പോൾ ചെയ്ത നന്മയാകിലും തിന്മയാകിലും ഏത് നിസാര വാക്കിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വലിയ കഷ്ടതയിലും പട്ടിണിയിലും പീഡകളിലും കൂടെ കർത്താവിൻ്റെ വേല ആത്മാർത്ഥതയോടെ ചെയ്തവർക്കും കർത്താവ് ഏൽപ്പിച്ച വേല ചെയ്യാതെ അവർ സമയം കളഞ്ഞ് അവരങ്ങനെ ചിലവഴിച്ച് പോയ ദൈവമക്കളുണ്ട്. അവർക്കും ഉദാസീനതയോടെ കർത്താവിൻ്റെ വേല ചെയ്തവരുണ്ട്. അവർ കൂടാതെ മറ്റുള്ളവരുടെ പ്രേരിപ്പിച്ചിട്ട് മനസ്സില്ലാ മനസ്സോടെ കർത്താവിൻ്റെ വേല ചെയ്തവരുണ്ട്. ചിലർ പണസമ്പാദന മാർഗമായും വയറ്റിപ്പിഴപ്പിനുമായി നടന്ന് സുഖലോലുപരായി ജീവിച്ചുവെങ്കിലും ദൈവവേലയും ആത്മാർത്ഥതയോടുകൂടെ അവർ ചെയ്തു എന്നതിനാൽ ഇവർക്കെല്ലാവർക്കും തക്കതായ പ്രതിഫലമുണ്ട്. ഇന്ന് മുൻപന്മാർ എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ അവിടെ അന്ന് പിമ്പന്മാരും, അവജ്ഞയോടെ കണ്ടിരുന്ന പാവപ്പെട്ട ദൈവജനം അവിടെ മുൻപന്മാരുമായിരിക്കും. അതിനാൽ പലരും ലജ്ജിച്ച് തലതാഴ്ത്തും. അവനവൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും.
വചനത്താൽ ശോധന ചെയ്യുമ്പോൾ വെന്തുപോയെങ്കിൽ അവൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും. കഷ്ടിച്ച് അവർ രക്ഷ പ്രാപിക്കുന്നേ ഉള്ളൂ, പ്രതിഫലങ്ങളൊന്നും കിട്ടത്തില്ല. 1 കൊരിന്ത്യർ 3-ാം 12 മുതൽ 15 വരെ വായിക്കുക. അവിടെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലർ നിന്ദയ്ക്കായും ചിലർ നിത്യലജ്ജയ്ക്കുമായി എഴുന്നേൽക്കും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. ദാനിയേൽ 12-ാം 2-3 വാചനങ്ങൾ. വലിയ പ്രതിഫലങ്ങളും കിരീടങ്ങളും ലഭിക്കും എന്നാഗ്രഹിച്ചുകൊണ്ട് പല സഭാ നേതാക്കന്മാരും ഇന്ന് ഞാൻ മുമ്പൻ ആണ്, ഞാൻ വലിയ ദൈവദാസനാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ദൈവസന്നിധിയിൽ ചെന്ന് ഞാൻ വലിയ പ്രതിഫലങ്ങൾ ഞാൻ പ്രാപിക്കും എന്നൊക്കെ ഓർത്ത് ഇരിക്കുന്ന പല സഭാ നേതാക്കന്മാരും ഈ മുമ്പന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന അവർ പ്രതിഫലം നഷ്ടപ്പെട്ട് പിൻപന്മാരായിത്തീരും. എന്നാൽ ഇവിടെ പിൻപന്മാരായി വിചാരിച്ചിരിക്കുന്ന പാവപ്പെട്ട ദൈവമക്കളുടെ വലിയ പ്രതിഫലങ്ങളെ കണ്ടിട്ട് തങ്ങളുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ച് ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ അനുഭവം തന്നെ അവിടെ ഉണ്ടാകും. അവർ ഇവിടെ വിചാരിച്ചിരുന്ന കിരീടങ്ങളോ പ്രതിഫലങ്ങളോ ഒന്നും അവിടെ ലഭിച്ചില്ല. അവിടെ നിന്ദിക്കപ്പെട്ടു. ചിലർ നിന്ദയ്ക്കായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേൽക്കും. അവിടെ അവരുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ഒരു പൊട്ടിക്കരച്ചിൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. ആ അനുഭവം അവിടെ ഉണ്ടാകും. 1 കൊരിന്ത്യർ 15-ാം 41-58 ഈ വചനങ്ങളിൽ അത് പറയുന്നുണ്ട്. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ആകയാൽ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവീൻ. ഇപ്രകാരം പ്രതിഫലം നഷ്ടപ്പെട്ടത് കണ്ടിട്ട് അവർ വിചാരിച്ച പ്രതിഫലങ്ങളൊന്നും ലഭിക്കാതെ അവിടെ നിന്ദിക്കപ്പെട്ടത് കണ്ടിട്ട് പശ്ചാത്താപത്തോടെ അവർ പൊട്ടിക്കരയും. എന്നാൽ കർത്താവ് അവരെ ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖത്തോടെ പൊട്ടിക്കരയുന്ന തൻ്റെ ജനത്തെ കർത്താവ് മാറോടണച്ചാശ്വസിപ്പിക്കുകയും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം എന്നേക്കുമായി തുടച്ചു കളയുകയും അവരെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മാർവോടു ചേർക്കുമേ മനക്ലേശം തീർക്കുമേ അമ്മ നൽകും സ്നേഹത്തെക്കാൾ നമ്മെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തെക്കാൾ നമ്മെ യേശു സ്നേഹിക്കുന്നു. എൻ പാപം പോക്കുമവൻ, കണ്ണുനീരെല്ലാം തുടയ്ക്കുമവൻ. എൻ പാപം പോക്കുമവൻ, കണ്ണുനീരെല്ലാം തുടയ്ക്കുമവൻ. അമ്മ നൽകും സ്നേഹത്തെക്കാൾ നമ്മെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹത്തെക്കാൾ നമ്മെ യേശു സ്നേഹിക്കുന്നു. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത ഭാഗം അധ്യായം 8 ആണ്. അത് അടുത്ത ദിവസം നമുക്ക് പഠിക്കാവുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.